മൂന്നാറിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അനുവിന്റെ ഇൻസ്റ്റാ പേജ് നോക്കിയാൽ മതി. കാരണം അവിടുത്തെ അഫോർഡബിൾ പ്രൈസിന് എവിടെയൊക്കെ സ്റ്റേ ചെയ്യാം, ഏതൊക്കെ സ്ഥലം വിസിറ്റ് ചെയ്യണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ മൂന്നാറിൽ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ഒരാളെന്നില്ലേ, നമ്മളെ മൂന്നാറിൽ വരികയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം മൂന്നാറിലത് എവിടെയായിരിക്കും? മൂന്നാറിൽ അങ്ങനെ ഒരു സ്ഥലം എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് നമുക്ക് പല പല കാര്യങ്ങൾ വെച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ പറയാൻ പറ്റുന്നത്. ഒന്ന് ടൈം, പിന്നെ നമ്മുടെ ഒരു പ്രൈസ് കാര്യങ്ങൾ, നമ്മുടെ കയ്യിലുള്ള എന്താ പറയുക അഫോർഡബിൾ പ്രൈസ് എങ്ങനെയുള്ള. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ വട്ടവട നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. പിന്നെ നമ്മൾ മൂന്നാർ വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പ് റോഡ്, അവിടെ പോയി ഒരു ചായ കുടിക്കുക, അതൊക്കെ ഭയങ്കര അടിപൊളി സ്ഥലമാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് ലക്ഷ്മി എസ്റ്റേറ്റ് ഏരിയ ആണ്. അപ്പൊ ഈ ഒരു സ്ഥലം എല്ലാവരും വരിക, ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പറയുന്നത് മൂന്നാർ പിന്നെ മറയൂർ വരുന്നുണ്ട്, പിന്നെ കാന്തല്ലൂർ വരുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി വേറൊരു ഏരിയ ആണ്. ഇത്രയും സ്ഥലങ്ങളാണ് ബേസിക് ആയിട്ട്. മൂന്നാറിൽ വരുമ്പോൾ ട്രാവലിംഗ് തുടങ്ങുമ്പോൾ ബഡ്ജറ്റ് ആണ് എല്ലാവരെയും പ്രശ്നം. അഫോർഡബിൾ ബഡ്ജറ്റ് നമുക്ക് മൂന്നാർ കണ്ടു വരാൻ പറ്റുമോ? അതായത് മൂന്നാർ ഇതുവരെ വന്നിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈം മൂന്നാർ വരണേ. അപ്പോൾ മൂന്നാർ നമുക്ക് വരണമെന്ന് പ്ലാൻ ചെയ്യണം, പക്ഷെ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വരാൻ പറ്റുമല്ലോ, ബഡ്ജറ്റ് കൂടി പോകുന്നൊക്കെ ചിന്തിക്കുകയാണ്. അപ്പൊ ഏറ്റവും പ്രൈസ് കുറവിൽ നമുക്ക് എങ്ങനെ മൂന്നാറിൽ വരാം? ഏറ്റവും പ്രൈസ് കുറവിൽ വരാൻ പറ്റും നമുക്ക് ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ KSRTCയുടെ ഉല്ലാസയാത്രകളുണ്ടല്ലോ. അതിപ്പോ ഒരാൾ ചൂസ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തന്നെ എപ്പോഴൊക്കെ പുറത്ത് പോയിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും 1-2 ഉല്ലാസയാത്ര ബസ്സുകളെങ്കിലും കാണാറുണ്ട്. അത് ഈ സോളോ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും അത് ഒരുപാട് യൂസ്ഫുൾ ആകും. പല ആളുകൾക്ക് അറിയില്ല, എല്ലാ ജില്ലകളിൽ നിന്നും ഉണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ കണ്ണൂരിൽ നിന്ന് വരുന്ന ഇങ്ങനെ കാണാറുണ്ട്. അപ്പം എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഈ KSRTCയുടെ ഉല്ലാസയാത്ര എല്ലാവരും പ്രയോജനപ്പെടുത്തുക. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനും മൂന്നാർ വരണം, അത് അഫോർഡബിൾ ആയിട്ടും അതെങ്ങനെ വരാം, എങ്ങനെ ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ എവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞുതരോ? ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ KSRTCയുടെ ഉല്ലാസയാത്ര തന്നെ ചൂസ് ചെയ്ത് നമുക്ക് വരാം. അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള KSRTCയുടെ തന്നെ യാത്രകളുണ്ട്, അത് നമുക്ക് ഇങ്ങോട്ട് സെലക്ട് ചെയ്ത് തരാം. പിന്നെ KSRTCയുടെ തന്നെ ഡിപ്പോകളിൽ ഇവിടെ ഇപ്പോൾ മൂന്നാറിലുണ്ടല്ലോ, അവിടെ നമുക്ക് സ്റ്റേ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര രീതിയിലുള്ള സ്റ്റേകളും കാര്യങ്ങളായിരിക്കും. അവിടെ നമുക്ക് ഒരുപാട് ലക്ഷറി കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എത്ര ദിവസം വേണേലും നമുക്ക് അവിടെ താമസിക്കാം. പിന്നെ PWDയുടെ ഗസ്റ്റ് ഹൗസുകളുണ്ട് ഇവിടെ, അതിവിടെ പല ആളുകൾക്കും അറിയത്തില്ല. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള റൂമാണ്, അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ഹോസ്പിറ്റാലിറ്റി എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഏകദേശം എത്ര ബഡ്ജറ്റ് വരും? ഇപ്പൊ പറയുന്ന പ്രൈസ് ഒക്കെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് 50 അങ്ങനെയൊക്കെ ചേഞ്ച് ആവും കേട്ടോ. ഇപ്പൊ കറക്റ്റ് എത്രയാണെന്ന് അറിയത്തില്ല. കുറച്ച് നാൾ മുന്നേ വരെ ഒരു 350 ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ PWDയുടെ ഒരു 600 ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. മൂന്നാറില് ഇപ്പൊ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആദ്യം പോയിട്ട് വിസിറ്റ് ചെയ്ത് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് എവിടെയാ? അത് ഗ്യാപ്പ് റോഡ് ആയിരുന്നു. ഗ്യാപ്പ് റോഡ് എന്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഗ്യാപ്പ് റോഡ് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും എന്നും കോടയുള്ള ഒരു സ്ഥലം കാണാൻ പറ്റും. അതിപ്പോ എത്ര നട്ടുച്ചയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും കോടയുള്ള ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്.